ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ചരിത്രത്തിൽ അധികവും പരാമർശിച്ചിട്ടില്ലാത്ത ഒരു യുദ്ധത്തെക്കുറിച്ചാണ്. ബാറ്റിൽ ഓഫ് ലോങ്കേവാല. ധൈര്യം ചരിത്രമായ രാത്രി. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചരിത്രത്തിൽ ധൈര്യവും ആത്മവിശ്വാസവും ഒരുമിച്ച് എഴുതപ്പെട്ട ഒരു അധ്യായമാണ് ബാറ്റിൽ ഓഫ് ലോങ്കേവാല. 1971 ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധകാലം. കിഴക്കൻ പാകിസ്ഥാനിൽ, ഇന്നത്തെ ബംഗ്ലാദേശ്, ഇന്ത്യൻ സൈന്യം ശക്തമായി മുന്നേറുമ്പോൾ അതിന് മറുപടിയായി പാകിസ്ഥാൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തികളിൽ ആക്രമണം നടത്തുക മാത്രമല്ല, അത് പിടിച്ചടക്കാനും ശ്രമിച്ചു. ആ തന്ത്രത്തിന്റെ ഭാഗമായാണ് രാജസ്ഥാനിലെ ലോങ്കേവാല പോസ്റ്റിലേക്ക് പാകിസ്ഥാൻ സൈന്യം നീങ്ങിയത്. 1971 ഡിസംബർ 4 രാത്രി. ഏകദേശം 2000 സൈനികരും ടാങ്കുകളും അടങ്ങിയ പാകിസ്ഥാൻ സേന വെറും 120 ഇന്ത്യൻ ജവാന്മാർ മാത്രമുണ്ടായിരുന്ന ലോങ്കേവാല പോസ്റ്റ് ആക്രമിച്ചു. ആ ചെറു സംഘത്തിന്റെ കമാൻഡർ ആയിരുന്നത് മേജർ കുൽദീപ് സിംഗ് ആയിരുന്നു. പിൻവാങ്ങാൻ അവസരം ഉണ്ടായിരുന്നിട്ടും മേജർ കുൽദീപ് സിംഗിന്റെ നേതൃത്വത്തിൽ ആ 120 ജവാന്മാർ പോസ്റ്റ് ഉപേക്ഷിക്കാതിരിക്കാനുള്ള തീരുമാനമെടുത്തു. രാത്രിയാകെ അവർ ശത്രുസേനയെ പ്രതിരോധിച്ചു. ആയുധങ്ങളുടെ എണ്ണവും കുറവായിരുന്നിട്ടും ധൈര്യവും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഇന്ത്യൻ സൈന്യത്തിന് കരുത്തായി. പുലർച്ചെ ഇന്ത്യൻ വ്യോമസേനയുടെ പിന്തുണ ലഭിച്ചതോടെ യുദ്ധത്തിന്റെ ഗതി പൂർണ്ണമായി മാറി. പാകിസ്ഥാൻ സൈന്യം പിന്മാറാൻ നിർബന്ധിതരായി. ഇവർ ഏറ്റുമുട്ടലിൽ ഇന്ത്യക്ക് 2 ജവാന്മാരെ നഷ്ടപ്പെട്ടെങ്കിലും പാകിസ്ഥാൻ ഭാഗത്ത് ഏകദേശം 200 സൈനികരും 34 ടാങ്കുകളും നഷ്ടമായി. ഈ വിജയം എണ്ണം മാത്രമല്ല യുദ്ധം തീരുമാനിക്കുന്നതെന്ന് ലോകത്തിന് തെളിയിച്ച ഒരു ഉദാഹരണമായി മാറി. ആത്മവിശ്വാസവും നേതൃത്വവും ഉണ്ടെങ്കിൽ ചെറിയൊരു സംഘം പോലും വലിയ ശക്തി ചേർക്കുമെന്ന സന്ദേശമാണ് ലോങ്കേവാല നൽകുന്നത്. ഈ യുദ്ധത്തിന്റെ കഥ പിന്നീട് ജനപ്രിയമായ ഹിന്ദി സിനിമയായ ബോർഡർ അവതരിക്കപ്പെട്ടതോടെ പുതിയ തലമുറയ്ക്കും ഈ ധീരതയുടെ കഥയെത്തി. ലോങ്കേവാല ഒരു യുദ്ധം മാത്രമല്ല, അത് ഇന്ത്യൻ സൈന്യത്തിന്റെ മനോബലത്തിന്റെയും രാജ്യത്തിന്റെയും അടയാളമാണ്. ജയ് ഹിന്ദ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ജയ് ഹിന്ദ്, ജയ് ജവാൻ, ജയ് ഭാരത്.